വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷനിലേക്ക് KSU പ്രവർത്തകർ നടത്തിയ മാർച്ചിൽ മാർച്ചിന് നേരെ ജലപീരങ്കി പ്രയോഗം ഉണ്ടായിരുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. KSU നേതാക്കളെ കറുത്ത തുണി കൊണ്ട് മുഖംമൂടി കോടതിയിൽ ഹാജരാക്കിയ കോടതി ചോദിച്ചിട്ട് പോലും പോലീസിന് മറുപടിയില്ലാതെന്ന ആ വിഷയത്തിലാണ് KSUവിൻ്റെ പ്രതിഷേധ മാർച്ച്. എന്തിനാണ് അങ്ങനെ കറുത്ത തുണി കൊണ്ട് വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകരെ മുഖംമൂടിയൊക്കെ കോടതിയിലേക്ക് കൊണ്ടുപോവുക? അത് കേരളത്തിൽ പതിവുള്ളതല്ലല്ലോ എന്ന ചോദ്യത്തിന് ഇപ്പോഴും ആർക്കും മറുപടിയില്ല. എന്തിനായിരുന്നു നടപടി എന്ന കാര്യം മനസ്സിലാവുന്നില്ല. ചരിത്രത്തിൽ ആദ്യമായല്ല അത്തരത്തിൽ വിദ്യാർത്ഥി സംഘടനകൾ ഏറ്റുമുട്ടൽ ഉണ്ടാവുന്നതും കേസുകൾ ഉണ്ടാവുന്നതും. ആ കേസിൽപ്പെട്ട വിദ്യാർത്ഥികളെ ആ രീതിയിൽ തന്നെയാണ് പരിഗണിക്കാറ്. അല്ലാതെ ഏതെങ്കിലും തരത്തിൽ ഭീകരവാദികളല്ല. അവർ വിദ്യാർത്ഥി സംഘടനക്കാരാണ്. KSU ആവട്ടെ, SFI ആവട്ടെ, ABP ആവട്ടെ, MSF ആവട്ടെ, ബാക്കി ഏത് വിദ്യാർത്ഥി സംഘടനയായിക്കോട്ടെ, അവർ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകരാണ്. അവരെ ആ രീതിയിൽ കൈവിലങ്ങൊക്കെ അണിച്ച് കൊണ്ട് നടക്കേണ്ട കാര്യം എന്തായിരുന്നു എന്ന് പറയേണ്ടത് പോലീസാണ്. എന്തായാലും അതിൽ KSUവിന് പ്രതിഷേധം സ്വാഭാവികമായി ഉണ്ടായി. പ്രതിഷേധം തുടർന്ന് വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷനിലേക്കാണ് ആ പ്രതിഷേധ മാർച്ച് നേരത്തെ പോയത്. ബാരിക്കേഡ് മറിച്ചിടാനുള്ള ശ്രമങ്ങളുണ്ടായി. ശക്തമായ പോലീസ് ജലപീരങ്കി പ്രയോഗം പ്രവർത്തകർക്ക് നേരെ അവിടെ ഉണ്ടാകുന്നുണ്ട്. അതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. തൃശ്ശൂർ വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷനിലേക്കാണ് KSUവിൻ്റെ പ്രതിഷേധ മാർച്ച്. അതിങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കോടതിക്കുള്ളിൽ ഹാജരാക്കുമ്പോൾ മജിസ്ട്രേറ്റ് ചോദിക്കുന്നുണ്ട്, എന്തിനാണ് അത്തരത്തിൽ മുഖംമൂടി ഹാജരാക്കുന്നതെന്ന് പോലീസിനോട് SHOയോട് ചോദിക്കുന്നുണ്ട്. SHOയ്ക്ക് അവിടെ കൃത്യമായ മറുപടി ഉണ്ടായിരുന്നില്ല. തുടർന്ന് കോടതി വിസ്തീർണം ആരായുകയും കോടതി വിസ്തീർണം ആരാഞ്ഞിട്ട് പോലും കോടതിയിൽ നിന്ന് പിന്നീട് മെഡിക്കലിനായി കൊണ്ടുപോകുമ്പോഴും ഇത്തരത്തിൽ കറുത്ത തുണി കാണുമ്പോൾ തന്നെ നമുക്കൊരു അസ്വസ്ഥത ഉണ്ടാകുന്ന കറുത്ത തുണി തലവഴിയിട്ട് കണ്ണിനവിടെ 2 ഓട്ടയിട്ട് കുട്ടികളെ, വിദ്യാർത്ഥികളാണ്, അവർ കേസിൽ പ്രതികളാണ് എന്ന് പറയുമ്പോൾ പോലും വിദ്യാർത്ഥികളാണ്. പല കോളേജിൽ മുഹമ്മദ് അസ്ലമോ അങ്ങനെയൊക്കെ പറഞ്ഞ പല കോളേജിൽ പഠിക്കുന്ന ഗണേഷ്, അങ്ങനെ പല കോളേജുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളാണ്. വിദ്യാർത്ഥി സംഘർഷത്തിൻ്റെ ഭാഗമായി ഉണ്ടാകുന്ന കേസുകളാണ്. അല്ലാതെ ഏതെങ്കിലും തരത്തിലുള്ള ഗുണ്ടാക്രമണമൊന്നുമല്ല. വിദ്യാർത്ഥി SFI പ്രവർത്തകരുമായുള്ള ഏറ്റുമുട്ടലിൻ്റെ ഭാഗമായി ഉണ്ടാകുന്ന കേസുകളാണ്. അപ്പോൾ ആ കേസുകളിൽ ആണ് ആ വിദ്യാർത്ഥികൾ അത്തരത്തിൽ കറുത്ത തുണി കൊണ്ട് മുഖം മൂടി പോലീസ് കൊണ്ടു നടന്നത്. അതിൽ KSUവിൻ്റെ പ്രതിഷേധം നേരത്തെ പ്രതിപക്ഷ നേതാവും മുൻ KPC അധ്യക്ഷനും രാജ്മോഹൻ ഉണ്ണിത്താൻ അടക്കമുള്ളവർ ആ വിഷയത്തിൽ പൊളിറ്റിക്കൽ പ്രതികരണം, രാഷ്ട്രീയ പ്രതികരണം ഇതിനോടകം തന്നെ നടത്തി കഴിഞ്ഞിരിക്കുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ KSUവിൻ്റെ മാർച്ച്, വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷനിലേക്കുള്ള മാർച്ച്. അവിടെ ബാരിക്കേഡ് വെച്ച് തടഞ്ഞിരിക്കുകയാണ് പോലീസ്. ജലപീരങ്കി പ്രയോഗം പലയാവർത്തി ഉണ്ടായി. ആ ബാരിക്കേഡ് തള്ളിമറിക്കാനുള്ള നീക്കങ്ങൾ KSU പ്രവർത്തകർ നടത്തുന്നുണ്ട്. വിഷ്ണു സുരേഷ് വിവരങ്ങളുമായി ചേർന്നു. വിഷ്ണു, ബാരിക്കേഡ് എടുത്ത് മാറ്റാനുള്ള നീക്കമാണ് അല്ലേ? അശ്വിത, സമരം അക്രമാസക്തമായിരിക്കുന്നു. 2 റൗണ്ട് ജലപീരങ്കി ഉപയോഗിച്ചു. 3ാമത്തെ റൗണ്ടിലേക്ക് ജലപീരങ്കി ഉപയോഗിക്കാൻ പോകുന്നു. ഇതിനിടയിൽ പ്രവർത്തകരാകട്ടെ ബാരിക്കേഡ് മറികടന്ന് മുന്നോട്ട് പോകാനുള്ള ശ്രമം നടത്തുന്നു. KSU ഒരു തരത്തിലും പ്രതിഷേധത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്ന നിലപാടിലാണ്. കാരണം കേട്ടുകേൾവിയില്ലാത്ത ഒരു കാര്യമാണ് പോലീസിന്റെ ഭാഗത്തുണ്ടായത്. പോലീസുകാർ CPMന് വേണ്ടി വിടുപണി ചെയ്യുന്നു. അല്ല എങ്കിൽ ഒരു വിദ്യാർത്ഥി സംഘർഷത്തിൽ ഏർപ്പെട്ട പ്രതികളായ KSU പ്രവർത്തകരെ എങ്ങനെയാണ് മുഖംമൂടി അടക്കം ധരിപ്പിച്ച് അവരെ ഒരു തീവ്രവാദികളെ പോലെ ആക്കി എങ്ങനെയാണ് കോടതി ഹാജരാക്കാനാകുക? ഇത് കൃത്യമായ അജണ്ടയുടെ ഭാഗമാണ്. അത് CPM പറയുന്ന കാര്യങ്ങൾ പോലീസുകാർ ചെയ്യുന്നു എന്നുള്ളത് മാത്രമാണുള്ളത്. അതുകൊണ്ട് തന്നെ വടക്കാഞ്ചേരി SHO ഷാജഹാനെതിരെ നടപടിയെടുക്കുന്നതുവരെ ഈ പ്രതിഷേധം തുടരും എന്നാണ് KSU ജില്ലാ പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ വ്യക്തമാക്കിയിട്ടുള്ള അധിക്ഷേപ പരാമർശങ്ങളായിരുന്നു ഷാജഹാനെതിരെ ഉയർത്തിയത്. ഷാജഹാന്റെ ഭാഗത്ത് ഇതിനു മുൻപും KSU പ്രവർത്തകർക്ക് ഇത്തരത്തിൽ തെരഞ്ഞു പിടിച്ച് ആക്രമിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. CPMന്റെ ഒരു കയ്യാളായി അയാൾ പ്രവർത്തിക്കുകയാണ്. അയാളെ ഉടനടി സർവീസിൽ നിന്ന് പുറത്താക്കണം, അതല്ലെങ്കിൽ കർശനമായ നടപടികൾ എടുക്കണം എന്നാവശ്യപ്പെടുന്നു. നേരത്തെ കുന്നംകുളം മർദ്ദനവുമായി ബന്ധപ്പെട്ട പോലീസിനെതിരെ വലിയ പ്രതിഷേധങ്ങൾ KSU പ്രവർത്തകരും കോൺഗ്രസും ഒക്കെ നടത്തിയിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ തൃശ്ശൂരിൽ തന്നെ വടക്കാഞ്ചേരി SHO ആയ ഷാജഹാനെതിരെ KSU പ്രതിഷേധം ഉയർത്തുന്നത്. KSU ജില്ലാ വൈസ് പ്രസിഡന്റ് അടക്കമുള്ള ആളുകളെ ഇന്നലെ വടക്കാഞ്ചേരി കോടതിയിൽ ഹാജരാക്കിയപ്പോഴാണ് മുഖംമൂടി അടക്കം ധരിപ്പിച്ച് എത്തിച്ചത്. അതിന് പ്രധാനമായും പോലീസ് പറയുന്ന ന്യായം അതൊരു നടപടിക്രമത്തിന്റെ ഭാഗമാണ്. ഈ കേസിലെ ഇരയായിപ്പെട്ട ആള് ഈ പ്രതികളെ തിരിച്ചറിഞ്ഞിട്ടില്ല. തിരിച്ചറിയൽ പരേഡ് അടക്കം നടത്തേണ്ട സാഹചര്യമുണ്ട്. അതുകൊണ്ട് മാത്രമാണ് നിയമ നടപടി പാലിച്ചുകൊണ്ട് ഈ കോടതിയിൽ ഹാജരാക്കുമ്പോൾ മുഖംമൂടി ധരിപ്പിച്ചതെന്നാണ് പോലീസിന്റെ ഭാഷ്യം. ഇതുമായി ബന്ധപ്പെട്ട് സിറ്റി പോലീസ് കമ്മീഷണർ ഒരു വിശദീകരണവും ഷാജഹാനോട് ചോദിച്ചിട്ടില്ല. കോടതിയാകട്ടെ ഇന്നലെ ഷാജഹാനെ വിളിച്ചു നിർത്തി കോടതിയിൽ തന്നെ ഈ കാര്യങ്ങൾ വിശദീകരിക്കാൻ ആവശ്യപ്പെട്ടിരുന്നു. അതോടുകൂടി പ്രശ്നം അവസാനിച്ചു എന്ന നിലപാടിലാണ് പോലീസ് ഉള്ളത്. പക്ഷേ അങ്ങനെ അവസാനിപ്പിക്കാൻ തങ്ങൾ തയ്യാറല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് KSU പ്രവർത്തകർ ഇന്ന് ഈ സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തിയത്. ആ മാർച്ച് അക്രമാസക്തമായി. ഇപ്പോൾ ജലപീരങ്കി അടക്കം ഉപയോഗിച്ച് പ്രവർത്തകരെ നേരിടാനുള്ള ശ്രമത്തിലാണ് പോലീസ് ഉള്ളത്. ഒരു തരത്തിലും പിരിഞ്ഞു പോകുന്നില്ല എന്ന നിലപാട് അവർ വ്യക്തമാക്കുന്നു. ഒപ്പം തൃശ്ശൂരിൽ മാത്രം ഈ പ്രതിഷേധം ഒതുക്കി
നിർത്താൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. മറിച്ച് സംസ്ഥാന വ്യാപകമായി KSUവിനെതിരെയും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെയും പോലീസ് നടത്തുന്ന നരനായാട്ടിനെതിരെ ശക്തമായ പ്രതിഷേധവുമായി തുടരാനാണ് തീരുമാനിച്ചിരിക്കുന്നതെന്ന് പറയുന്നതായി ഇപ്പോൾ ഒരു ആംബുലൻസ് വന്നിട്ടുണ്ട്. ഈ വഴിയിലേക്ക് ബാരിക്കേഡ് അടക്കം വെച്ച് തടഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് ആംബുലൻസിന് ഈ വഴി ആശുപത്രിയിലേക്ക് പോകാനാകുമോ എന്നുള്ള ഒരാശങ്ക കൂടി ഇവിടെ നിലനിൽക്കുന്നുണ്ട്. മറ്റൊരു വഴി തിരിഞ്ഞ് ആംബുലൻസ് പോവുകയാണ്. നേരത്തെ ഒരു ആംബുലൻസ് വന്ന ഘട്ടത്തിൽ ബാരിക്കേഡ് അടക്കം മാറ്റുന്ന സാഹചര്യമുണ്ട്. അതിൽ പ്രവർത്തകർ ഇപ്പോഴും പിരിഞ്ഞു പോയിട്ടില്ല. ഈ റോഡിൽ നിൽക്കുകയാണ്, മുദ്രാവാക്യങ്ങൾ വിളിക്കുകയാണ്. അവർ നേരത്തെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും അതോടൊപ്പം തന്നെ ഈ വടക്കഞ്ചേരി SHO ഷാജഹാന്റെയും കോലം കത്തിച്ചായിരുന്നു പ്രതിഷേധം. പിന്നീട് പ്രകോപനപരമായ മുദ്രാവാക്യത്തിലേക്ക് പോയി. ഏറ്റവും അവസാനം പൊടി വലിച്ചെറിയുന്ന സാഹചര്യമുണ്ടായി. ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ചു. പിന്നാലെയാണ് ജലപീരങ്കി ഇപ്പോൾ ഉപയോഗിച്ചിരിക്കുന്നത്. 3 തവണയോളമാണ് ജലപീരങ്കി 3 റൗണ്ടോളം ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും പ്രവർത്തകർ പിരിഞ്ഞു പോയിട്ടില്ല. ഇവരിപ്പോഴും ഇവിടെ തുടരുകയാണ്. ഈ പ്രതിഷേധം സംസ്ഥാന വ്യാപകമാക്കാനുള്ള തീരുമാനത്തിലാണ് ഇത്രയും ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ട് ഇത്രയും ഒരു സംസ്ഥാന പ്രസിഡന്റ് തന്നെ വന്ന് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അതിന് സൂചന നൽകുക എന്നായിരുന്നു അവരുടെ ലക്ഷ്യം. വീണ്ടും അടുത്ത റൗണ്ട് ജലപീരങ്കി ഉപയോഗിക്കാനുള്ള ജലപീരങ്കി 4ാമത്തെ റൗണ്ടാണ് ഉപയോഗിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.